the Lord. Praise the Lord. Hallelujah. Hallelujah. യേശയ്യ പ്രവചനത്തിൽ 35-ാം അധ്യായം 6-ാം തിരുലിഖിതം. അപ്പോൾ മുടന്തന്മാർ മാനിനെ പോലെ കുതിച്ചു ചാടും, മൂകന്റെ നാവ് സന്തോഷത്തിന്റെ ഗാനമുതിർക്കും. വരണ്ട ഭൂമിയിൽ ഉറവകൾ പൊട്ടിപ്പുറപ്പെടും, മരുഭൂമിയിൽ നദികൾ ഒഴുകും. ഈ വചനത്തിന്റെ അത്ഭുത ശക്തിയാൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപയും സമാധാനവും. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. ഒരു അനുഭവം ശ്രദ്ധിച്ച് വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. എൻ്റെ പേര് എൽസി. പാണ്ടിക്കുടിയിലാണ് എൻ്റെ വീട്. കൊച്ചി രൂപതയിലുള്ള നസ്രത്ത് ഇടവകയിൽ നിന്നാണ് ഞാൻ വരുന്നത്. എൻ്റെ മകൻ 1.5 കൊല്ലമായി വീട്ടിൽ നിന്നകന്ന് വഴക്കിട്ട് പോയി. ഡ്രസ്സെല്ലാം എടുത്ത് അവൻ ജോലി സ്ഥലത്ത് തന്നെ താമസിച്ചു തുടങ്ങി. ഞങ്ങൾ ഫോൺ വിളിച്ചാലൊന്നും അവനെ എടുക്കാറില്ല. ഭയങ്കര വിരോധവും ശത്രുതയൊക്കെ ആയിരുന്നു ഞങ്ങളോട് സംസാരിച്ചിരുന്നു. മറ്റുള്ളവരോടൊക്കെ പറയും ഞങ്ങളൊരു പാഠം പഠിപ്പിക്കുമെന്നൊക്കെ പറഞ്ഞു നടന്നിരുന്നു. ഞാൻ അവനോട് പരിചയമുള്ള സ്നേഹിതനായ ഒരു വൈദികനെ അവൻ്റെ അടുത്ത് വിട്ടിട്ട് സംസാരിപ്പിച്ചു. അപ്പോഴും അവൻ വന്നില്ല. അവൻ പറഞ്ഞു ഞാൻ വന്നില്ല, പിന്നെ വരുള്ളൂ, എനിക്ക് കുറച്ച് പൈസയൊക്കെ സമ്പാദിക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ദേഷ്യത്തിൽ പറഞ്ഞു വിട്ട്. അങ്ങനെ അച്ഛനും പറഞ്ഞ് നിങ്ങളൊന്നും വിചാരിക്കേണ്ട, ഇനി പ്രാർത്ഥിച്ചാൽ മാത്രം മതി. അങ്ങനെ ഞങ്ങൾ ഞായറാഴ്ചത്തെ എല്ലാ ദിവസവും ഞായറാഴ്ച 8:30 അഭിഷേകാഗ്നി പ്രാർത്ഥന വട്ടയിലച്ഛൻ്റെ ആരാധന ഞങ്ങൾ കൂടുകയും ഭാര്യയും ഭർത്താവും കരഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. പള്ളുരുത്തി വെളിയിലുള്ള 5 ദിവസത്തെ പള്ളുരുത്തി വെളി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഭയങ്കര കൺവെൻഷൻ. അതൊരു 10-11 കണക്കിന് ആളുകൾ കൂടി, അതിൽ ഈ അമ്മച്ചി കൂടി. ഞങ്ങൾ ഭാര്യയും ഭർത്താവും 5 ദിവസം അവിടെ കൂടി. ആദ്യ ദിവസം തന്നെ അച്ഛൻ വിളിച്ചു പറഞ്ഞു, വീട്ടിൽ നിന്ന് വഴക്കിട്ട് പോയ 6 പേര് വീട്ടിലേക്ക് വരാനും അവർക്ക് സ്നേഹത്തിലായി തുടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. വീട്ടിൽ നിന്നും വഴക്കെട്ട് ഇറങ്ങിപ്പോയ 6 പേരുടെ മേൽ കർത്താവ് ഇടപെടുന്നു, അവർക്ക് തിരിച്ചു വരാൻ വാതിൽ തുറന്നു കൊടുക്കുന്നു എന്ന് കർത്താവ് ഒരു മെസ്സേജ് തന്നു. അതങ്ങോട്ട് പറഞ്ഞു. അപ്പോഴോ അന്ന് ഞാൻ വീട്ടിൽ ചെന്ന് ഈ മകനെ വിളിച്ചപ്പോൾ തന്നെ അവൻ എന്നോട് പറയാണ്, മമ്മി ഞാൻ മമ്മിക്ക് 5000 രൂപ ഞാൻ തരാൻ കേട്ടാ എന്ന് വിളിച്ചു പറഞ്ഞു. അത് ശരി, സംസാരിച്ച്. അപ്പൊ തന്നെ പിന്നെ 5-ാമത്തെ ദിവസം ഞങ്ങൾ ധ്യാനത്തിന് വന്നിരിക്കുമ്പോ തന്നെ അവൻ ഞങ്ങളെ ഫോൺ വിളിച്ച്. അപ്പൊ ഞങ്ങൾ പറഞ്ഞ് ഇപ്പൊ വരാൻ പറ്റൂല, വണ്ടി ഇട്ടേക്കണ സ്ഥലത്ത് നിന്ന് എടുക്കാൻ പറ്റൂല, ഞങ്ങൾ ഇത് കഴിഞ്ഞു വരാമെന്ന് പറഞ്ഞു. അവൻ വീട്ടിലെത്തി നിൽക്കുക. അവന് വീട്ടിൽ വന്നിരുന്നവൻ. ഇവര് കൺവെൻഷൻ കൂടിക്കൊണ്ടിരിക്കുന്നു, അവൻ വീട്ടിൽ വന്ന് മമ്മി ഓടിവാ എനിക്ക് കാണണം എന്ന് പറഞ്ഞു ഒരേ കരച്ചില്. പിന്നെ ഞാൻ അങ്ങനെ തന്നെ അത് കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞ സമയത്ത് ഞാൻ ഇവിടെ നിന്ന് വെഞ്ചിരിച്ച കൊണ്ടുപോയ വെന്തീനെ എടുത്തിട്ട് ഭർത്താവിന് കൊടുക്കണേന്ന്. ആ സമയത്ത് അവൻ പഠിക്കാൻ വന്ന് പിന്നെയും വന്ന് വിളിച്ച് അങ്ങനെ കുറേ സാധനങ്ങൾ വീട്ടിലേക്ക് ആവശ്യമുള്ള കുറേ പച്ചക്കറികളും കുറേ സാധനങ്ങളും 5000 രൂപയും ഒക്കെ തന്നു. ഇതൊക്കെയാണ് സ്നേഹം എന്ന് പറയുന്നത്. പൈസ ഉണ്ടായിട്ട് കാര്യമില്ല, കുമ്പളങ്ങയായിട്ട് കൂടെ കൊടുക്കണം. കുറേ പച്ചക്കറികൾ, ഒത്തിരി ഫ്രൂട്ട്സും ഒക്കെ തന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനങ്ങനെ അച്ഛൻ വെഞ്ചിരിച്ചെന്ന ഈ എണ്ണയും കൊടുത്ത് വെന്തീഞ്ഞും കൊടുത്തു. അവൻ നല്ല എണ്ണയും വെഞ്ചിരിച്ച കൊന്തയെല്ലാം കൊടുക്കുമ്പോൾ ഇതേപോലെ നല്ല സാധനങ്ങൾ തരും. അവന് ഇഷ്ടമാണ് അതൊക്കെ ധരിക്കാനൊക്കെ. നല്ല ദൈവവിശ്വാസിയാണ്. എന്തുകൊണ്ട് ഇങ്ങനെ പറ്റിയെന്ന് എനിക്ക് നല്ലൊരു തെളിഞ്ഞ കുട്ടിയായി ആ മകൻ അങ്ങോട്ട് മാറി. ഇപ്പൊ അവന് ഞങ്ങളോട് വലിയ സ്നേഹമാണ്, വീട്ടിലൊക്കെ വരുന്നുണ്ട്. ഉപദേശം കൊടുത്തിട്ട് വല്ല കാര്യമുണ്ടോ? ഡെലിവറൻസ് ചെയ്യണം. ഡെലിവറൻസ് പ്രാർത്ഥന ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ കുടുംബത്തിൽ നിന്ന് വഴക്കിട്ട് ഇറങ്ങിപ്പോയി വസ്ത്രവും എല്ലാം എടുക്കും, സാധനമൊക്കെ എടുത്ത് പോയി വേറെ 1.5 വർഷമായിട്ട് താമസിച്ചിരുന്ന ആ വ്യക്തി എത്ര ദൂരെയാണെങ്കിലും അവരുടെ മേലുള്ള അന്ധകാരം മാറി, അവർക്ക് സുബോധം ഉണ്ടായി. എൻ്റെ അപ്പൻ, എൻ്റെ അമ്മ, എൻ്റെ വീട്, എൻ്റെ വെള്ളുരുത്തി, ഇതൊക്കെ ഓർത്ത് അദ്ദേഹം തിരിച്ചു വിളിക്കുക. എന്നിട്ട് ഇവിടെ വന്ന് വേഗം വരൂ കാണണം എന്ന് പറയുക. എന്നിട്ട് അപ്പനും അമ്മയ്ക്കൊക്കെ നല്ല സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക. അതല്ലേ, അതായത് ഉചിതമായ പ്രവൃത്തികളിലേക്ക് വന്നു. അനുചിതമായ പ്രവൃത്തിയായിരുന്നു ആദ്യം ചെയ്തത്. അത് മാറിയിട്ട് ഉചിതമായ രീതിയിലേക്ക് സ്വഭാവം മാറി. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി കൈയടിച്ച് കർത്താവിനെ ആരാധിക്കാം. പെരുമഴ പോൽ പെയ്യുന്നു, അത്ഭുതവും വിടുതലും ഈ ജനതയിൽ. പെരുമഴ പോൽ പെയ്യുന്നു, അത്ഭുതവും വിടുതലും ഈ ജനതയിൽ. അത്ഭുതവും വിടുതലും ഈ ജനതയിൽ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
എഴുന്നേറ്റ് നിന്ന് ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക, രണ്ട് കരങ്ങളും കൂപ്പി പിടിക്കുകയാണ്. ഇന്ന് വേറൊരു വിധത്തിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. സ്തുതിപ്പല്ല, സ്തുതിപ്പിനേക്കാൾ നമ്മുടെ ഹൃദയത്തെ ദൈവത്തിലേക്ക് അങ്ങോട്ട് ചേർത്ത് വെച്ച്, ദൈവമേ ഇന്ന് ഈ സമയം എന്നെ സ്പർശിക്കണമേ, എന്നോട് സംസാരിക്കണമേ. ഈ ഗാനം ആലപിക്കുമ്പോൾ ധ്യാനിച്ച് പ്രാർത്ഥിക്കുന്നു. സമയം സമാഗതമായി സകലരും അനുദപിക്കാൻ സർവം സമർപ്പിക്കുവാൻ സകലരും അണഞ്ഞിടുവിൻ. സമയം സമാഗതമായി സകലരും അനുദപിക്കാൻ സർവം സമർപ്പിക്കുവാൻ സകലരും അണഞ്ഞിടുവിൻ. അനുതാപിയെ ചേർത്തണയ്ക്കാൻ അനുഗമിക്കാൻ ഒരുക്കിടുവാൻ ആത്മാവിനാൽ നിറച്ചിടുവാൻ ആഗതനായവൻ വിളിച്ചിടുന്നു. അനുതാപിയെ ചേർത്തണയ്ക്കാൻ അനുഗമിക്കാൻ ഒരുക്കിടുവാൻ ആത്മാവിനാൽ നിറച്ചിടുവാൻ ആഗതനായവൻ വിളിച്ചിടുന്നു. കർത്താവേ, ഈ സമയം ഞങ്ങളുടെ ഹൃദയങ്ങളെ സ്പർശിക്കണമേ. ഈ വചനം കേൾക്കാൻ അങ്ങ് തിരഞ്ഞെടുത്തുള്ള സർവ്വ കുടുംബങ്ങളെയും സർവ്വ ഹൃദയങ്ങളെയും പരിശുദ്ധാത്മാവേ അവിടുന്ന് സ്പർശിച്ച് അനുഗ്രഹിക്കണമേ, തൊട്ട് ഉണർത്തണമേ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തെളിനീരു നിറയുന്ന സന്നിധാനം വിട്ട് ജലമില്ല കുളം തീർക്കാതെ. തെളിനീരു നിറയുന്ന സന്നിധാനം വിട്ട് ജലമില്ല കുളം തീർക്കാതെ. തിരുജീവജലധാര സന്നിധാനത്തിൽ പുതുജീവനണിഞ്ഞിടുവിൻ. നവസൃഷ്ടിയായിടുവിൻ. അനുതാപിയെ ചേർത്തണയ്ക്കാൻ അനുഗമിക്കാൻ ഒരുക്കിടുവാൻ ആത്മാവിനാൽ നിറച്ചിടുവാൻ ആഗതനായവൻ വിളിച്ചിടുന്നു. ആഗതനായവൻ വിളിച്ചിടുന്നു. ആഗതനായവൻ വിളിച്ചിടുന്നു. രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി കണ്ണുകൾ അടച്ച് കുടുംബം മുഴുവനും ഇപ്പോൾ ദൈവത്തിൻ്റെ ഒരു അഭിഷേകം ഇറങ്ങാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഭാഷാവരമുള്ളവർ ഭാഷാവരങ്ങളിൽ സ്തുതിക്കുക. ഈണങ്ങളിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഈണങ്ങളിൽ പ്രാർത്ഥിക്കുക. ഒരു നല്ല ധ്യാന ശുശ്രൂഷയിൽ എങ്ങനെ പങ്കുചേരും അതേപോലെ ഹൃദയം ദൈവത്തിലേക്ക് ലയിപ്പിച്ച് നന്നായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. സ്പർശിക്കണമേ കർത്താവേ, ഇപ്പോൾ ഇടപെടണമേ കർത്താവേ, ഇപ്പോൾ അഭിഷേകം ചെയ്യണമേ കർത്താവേ. ജീവിതങ്ങളെ അവിടുന്ന് രൂപാന്തരപ്പെടുത്തണമേ. ആത്മാവിനെ നിറയ്ക്കണമേ, സമാധാനം നിറയ്ക്കണമേ, വിശ്വാസം നിറയ്ക്കണമേ, സ്നേഹം നിറയ്ക്കണമേ, സന്തോഷം നിറയ്ക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന.
കർത്താവേ, ഹൃദയം കഠിനമായ മക്കളെ ഇപ്പോൾ പ്രത്യേകം അവിടുന്ന് സ്പർശിക്കണമേ. കർത്താവേ, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തോട് മല്ലടിക്കുന്ന ഹൃദയങ്ങളെ ഇപ്പോൾ അവിടുന്ന് തൊട്ട് രൂപാന്തരപ്പെടുത്തണമേ. വലിയ അഭിഷേകങ്ങൾ ഈ സമൂഹത്തിലേക്ക് നൽകണമേ. കുടുംബങ്ങളെ അവിടുന്ന് ഇപ്പോൾ സന്ദർശിക്കണമേ. രോഗികളെ അവിടുന്ന് സുഖപ്പെടുത്തണമേ. വിദ്യാർത്ഥിനികളുടെ ഹൃദയഭാരങ്ങൾ ഏറ്റെടുക്കണമേ. പഠിക്കാൻ ബുദ്ധി നൽകണമേ. നല്ല സന്തോഷം നൽകണമേ. നല്ല അഭിഷേകം നൽകണമേ. ഈ മണിക്കൂർ അത്ഭുതങ്ങളുടെ മണിക്കൂർ ആക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. സ്വസ്ഥാനങ്ങളിലേക്ക് ശാന്തമായിരിക്കാം. സന്തോഷത്തോടെ ഒരുമിച്ച് ഉറക്കെ പറയാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നാം ചിന്തിക്കുന്നത് നിന്റെ മനസ്സ് നല്ലതോ എന്നതിനെക്കുറിച്ചാണ്. അച്ഛനത് പറയുമ്പോൾ ദൈവവചനം കേൾക്കുന്ന പല ആളുകളും വചനം കേട്ട് ഒരാഴ്ച കഴിയുമ്പോൾ അവരുടെ ചില പ്രതികരണങ്ങൾ രേഖപ്പെടുത്തുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. വചനം കേൾക്കുമ്പോൾ ചില ആളുകൾ നല്ല സന്തോഷത്തോടെ വചനം സ്വീകരിക്കുന്നു, അതനുസരിച്ച് അവരുടെ ജീവിതത്തിൽ സന്തോഷം നിലനിൽക്കുന്നു, മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നു. അവർ പിന്നെ ഒരിക്കലും പഴയ വഴിയിലേക്ക് തിരിച്ചു പോകുന്നില്ല. എന്നാൽ ചില ആളുകൾ ദൈവവചനം കേട്ട് അത് കുറച്ച് കഴിഞ്ഞ് ഉടനെ തന്നെ അവർ പറയാണ്, ഇതൊന്നും നടക്കണ കാര്യമല്ല, ഇതൊക്കെ നോക്കാൻ ആരെ കൊണ്ട് പറ്റും, ഇതൊക്കെ ഓരോരുത്തർ പറയും, ഇങ്ങനെ ഉപകാരം തൊട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ, ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ലോകം നന്നായോ? ഇങ്ങനെ പറയുക മാത്രമല്ല, ഇങ്ങനെ പറയുന്നവരുടെ കുറ്റം വിധിച്ച് പറയുന്നവരെ കുറിച്ച് ദുഷിച്ച് അങ്ങനെ തകർന്ന വഴികളിലൂടെ നടക്കുന്ന അനേകം മക്കളെ കണ്ടിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കാര്യങ്ങൾ ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം നൽകിയ ചില ഉൾക്കാഴ്ചകളാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. യേശു ജനിച്ച സമയത്ത് ആ ഒരു കാര്യം എങ്ങനെയാണ് ഓരോരുത്തർ ഉൾക്കൊണ്ടത് എന്നതിനെക്കുറിച്ചാണ് ചിന്തിക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് യേശു ജനിച്ച വിവരം അവിടെ ഉണ്ടായിരുന്ന ആട്ടിടയന്മാർ അറിഞ്ഞു. അതൊരു സ്വർഗീയ ദൂതാണ്. ആ ആട്ടിടയന്മാർ എന്ത് ചെയ്തു? അവർ സന്തോഷത്തോടെ എഴുന്നേൽക്കുന്നു. അവർ അതിന് ആ യേശുവിനെ കാണാൻ വേണ്ടി പുറപ്പെടുന്നു, അതിനുവേണ്ടി യാത്രയാകുന്നു, യേശുവിനെ അന്വേഷിച്ച് പോകുന്നു, യേശുവിന് അരികിൽ ചെല്ലുന്നു, യേശുവിനെ ആരാധിക്കുന്നു, യേശുവിൽ ആനന്ദിക്കുന്നു, യേശുവുമായിട്ടുള്ള കാര്യത്തിൽ മുന്നോട്ട് പോവുകയാണ്. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ ഹേറോദോസ് ഇതേ വാർത്ത അറിഞ്ഞു, ഇതാ യേശു ജനിച്ചിരിക്കുന്നു. ഹേറോദോസ് എന്താ ചെയ്തത്? അവൻ സന്തോഷിക്കുകയല്ല ചെയ്തത്, യേശുവിനെ ആരാധിക്കാൻ വേണ്ടി പോകാൻ വേണ്ടി ഒരുങ്ങുകയല്ല ചെയ്തത്. അവൻ ഉടനെ വസ്ത്രം മാറി, അവൻ ചെരിപ്പിട്ട് രഥം പൂട്ടി എവിടെയാണ് യേശു ആ സ്ഥലത്തേക്ക് പോകാമെന്ന് വിചാരിക്കുകയല്ല ചെയ്തത്. എവിടെയാണ് യേശു ജനിച്ചിരിക്കുന്നത് എന്ന് കൃത്യമായി പണ്ഡിതന്മാർ ഹേറോദോസിന് പറഞ്ഞു കൊടുത്തിരുന്നു. പക്ഷേ ഹേറോദോസ് ബൈബിൾ പറഞ്ഞെങ്ങനെയാണ്? അവൻ അസ്വസ്ഥനായെന്ന് മാത്രമല്ല, അവൻ യേശുവിനെ കൊല്ലാൻ പുറപ്പെട്ടു, യേശുവിനെ വധിക്കാൻ വേണ്ടി അവൻ പുറപ്പെട്ടു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പണ്ഡിതന്മാർ, ഈ ജെറുസലേമിലുണ്ടായിരുന്ന ബെത്ലഹേമിൽ അവിടെ ഉണ്ടായിരുന്ന പണ്ഡിതന്മാർ യേശുവിനെ കുറിച്ച് അറിയാമായിരുന്നു. യേശുവിനെ കുറിച്ച് അവർ ഇന്ന് കൃത്യസമയത്ത് കൃത്യസ്ഥലത്ത് ജനിക്കുമെന്ന് അവർക്ക് അറിയാമായിരുന്നു. പക്ഷേ അവർ ദേ ആർ നോട്ട് അറ്റ് ഓൾ ഇൻട്രസ്റ്റഡ്. അവർ നിസ്സംഗതയാണ്. ജനിക്കോ ജനിക്കാതിരിക്കോ, വളരെയോ വളരാതെ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, ഐ ഡോണ്ട് കെയർ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ആയിരിക്കും ഒരുപക്ഷെ ഇപ്പോൾ നിങ്ങളുടെ സ്ഥിതി. ധ്യാനം കൂടുകയോ കൂടാതിരിക്കുകയോ, ആളുകൾ പോവുകയോ പോകാതിരിക്കുകയോ, എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, ഞാൻ ധ്യാനത്തിനൊന്നും പോകണില്ല, ഞാനിപ്പോൾ കുമ്പസാരിക്കാൻ ഞാനിപ്പോൾ ഈ വഴിക്ക് തിരിയാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇതായിരിക്കും നിൻ്റെ മനോഭാവം. നീ നിൻ്റെ മനസ്സിൽ ആത്മീയ കാര്യങ്ങളോട് ഒരു നിസ്സംഗതയിൽ ചെന്ന് പെട്ടിരിക്കുന്ന അവസ്ഥയിലായിരിക്കാം. പ്രിയപ്പെട്ട ദൈവവൈതലേ, അവിടെ വേറെ ഒരു കൂട്ടം ആളുകളുണ്ടായിരുന്നു. അതാണ് സത്രം സൂക്ഷിപ്പുകാർ. ഈ സത്രം സൂക്ഷിപ്പുകാർ അടുത്തേക്ക് യേശു, മാതാവ്, യോസേപ്പ് പിതാവ് ഒന്നിച്ച് ചെല്ലുക. പക്ഷേ അവർക്കിതൊന്നും വിഷയമല്ല. അവർക്ക് പൈസയുണ്ടോ? നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടോ? അവരുടേതായ ബിസിനസ്സിൻ്റെതായ ബഹളങ്ങളും അല്ലാതെ വേറൊന്നും തലയിൽ കയറുന്നില്ല. ഒരുപക്ഷെ ഇന്ന് നീ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിൻ്റെ ബിസിനസ്, നിൻ്റെ എസ്റ്റേറ്റ്, ഒരുപാട് പരിപാടികൾ, പാർട്ടി നേതൃത്വം, തിരക്ക്, ബഹളം, നീയും നിൻ്റെ ബിസിനസ് ഒഴിച്ച് ദൈവികമായ ഒരു കാര്യവും നിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റാത്ത വിധം നീ ഇന്ന് അങ്ങനെയുള്ള കാര്യങ്ങളോട് മനസ്സ് അടച്ചു പിടിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കാം. എന്നാൽ വേറൊരു കൂട്ടം ആളുകൾ അവിടെ കാണുന്നുണ്ട്. യോസേപ്പ് പിതാവും മാതാവും. എന്താ യോസേപ്പ് പിതാവിൻ്റെ മാതാവിൻ്റെ പ്രത്യേകത? യോസേപ്പ് പിതാവിൻ്റെ മാതാവിൻ്റെ പ്രത്യേകത,
അവർ സ്വർഗത്തിലുള്ള ദൂത് കേട്ടു, അത് വിശ്വസിച്ചു, അത് സ്വീകരിച്ചു. അത് വളരാൻ അതിൻ്റെ വേദന, അതിൻ്റെ കമ്മിറ്റ്മെൻറ്റ്, അതിൻ്റെ സമർപ്പണം, അതിനൊരു തുറവി, അതെല്ലാം എടുത്ത് അവരുടെ ജീവിതം ആ വചനത്തിന് വേണ്ടി അർപ്പിച്ച് മുന്നോട്ട് പോയി സ്വർഗത്തിലേക്ക് നീങ്ങുന്ന ഒരു നല്ല 2 ജീവിതങ്ങളെയാണ് യോസേപ്പിതാവിലും മാതാവിലും കാണുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവവചനത്തോട് എങ്ങനെയാണ് നമ്മുടെ ഹൃദയം പ്രതികരിക്കുന്നത് എന്ന് ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കണമെന്ന് തന്നെയാണ് ദൈവവചനം നമുക്ക് തരുന്ന നിർദ്ദേശം. ഇതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നത് ജെറമിയ പ്രവാചകന്റെ ഗ്രന്ഥത്തിലാണ്. ജെറമിയയുടെ പുസ്തകം 36-ാം അധ്യായം, അവിടെ 20 തൊട്ട് 26 വരെയുള്ള തിരുലിഖിതങ്ങൾ. ജോസിയയുടെ പുത്രനായ യഹോയാക്കീം എന്ന രാജാവിനെ കുറിച്ചാണ് അവിടെ പ്രതിപാദനമായിട്ട് നമ്മൾ കാണുന്നത്. യഹോയാക്കീം എന്ന ഈ രാജാവിൻ്റെ പ്രത്യേകത, ദൈവവചനം കേൾക്കും, പക്ഷേ ആ വചനത്തിന് വേണ്ടി ഹൃദയം തുറക്കാൻ അവൻ മനസ്സ് വെക്കുന്നില്ല എന്നുള്ളതാണ് വചനത്തിൽ നമ്മൾ കാണുന്നത്. അവിടെ ദൈവം പ്രവാചകനായ ജെറമിയായിക്ക് ദൈവത്തിൻ്റെ വെളിപാടുകൾ വെളിപ്പെടുത്തി കൊടുത്തു. ജെറമിയ അതെല്ലാം ബാറൂക്ക് എന്ന് പറഞ്ഞ ദൈവദാസനെ കൊണ്ട് എഴുതിച്ചു. അത് ബാറൂക്ക് ദേവാലയത്തിൽ വായിച്ചപ്പോൾ കേട്ടവർ ആ കാര്യങ്ങൾ ചെന്ന് കൊട്ടാരത്തിൽ അറിയിച്ചു. ഉടനെ കൊട്ടാരത്തിലുള്ള ഒരു രാജാവെല്ലാം പറഞ്ഞു, ആ ചുരുൾ മേടിച്ചുകൊണ്ട് വരിക, എന്നിട്ട് കൊട്ടാരത്തിൽ ഞാൻ വായിച്ച് കേൾക്കുക, ഞാനത് കേൾക്കട്ടെ, കൊട്ടാരത്തിൽ വായിക്കുക, ഞാനത് കേൾക്കട്ടെ. അങ്ങനെ ശീതകാല വസതിയിലിരുന്ന രാജാവ് ജെറമിയായിക്കിட்ட അരുളപ്പാടുകൾ വായിച്ചു കേൾക്കാൻ കൊട്ടാരത്തിലേക്ക് ആ ചുരുൾ കൊണ്ടുവരിവിച്ചു. ജെറമിയയുടെ പുസ്തകം 36-ാം അധ്യായം 22 മുതൽ വാക്യങ്ങൾ വായിക്കുന്ന എങ്ങനെയാണ്? അത് ആണ്ടിൻ്റെ 9-ാം മാസമായിരുന്നു. രാജാവ് ശീതകാല വസതിയിൽ നെരിപ്പോടിൻ്റെ മുമ്പിൽ ഇരിക്കുകയായിരുന്നു. യഹൂദി ഓരോ ഭാഗവും വായിച്ചു കഴിയുമ്പോൾ രാജാവ് അത് കത്തി കൊണ്ട് മുറിച്ചെടുത്ത് നെരിപ്പോടിലെ തീയിലേക്കിടും. ആ അധ്യായത്തിൻ്റെ ഹെഡിങ് തന്നെ ചുരുൾ കത്തിക്കുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ രാജാവ് വായിച്ചു കേൾക്കും, വായിച്ചു തീർന്ന ഉടനെ ചോദിക്കും, തീർന്നു എന്ന് പറഞ്ഞാൽ ഉടനെ ആ ഭാഗം ഒരു കത്തി കൊണ്ട് മുറിച്ചെടുത്ത് നേരെ ഈ വേസ്റ്റ് എടുത്തിട്ട് കത്തിക്കണ മാതിരി ആ നെരിപ്പോടിൽ ഇട്ട് കത്തിച്ചു കളയും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുപക്ഷെ ടെലിവിഷനിൽ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഓരോ ആഴ്ചത്തെ എപ്പിസോഡുകൾ കേട്ട് പോരുന്ന നിങ്ങൾ ഓരോ ആഴ്ച എപ്പിസോഡ് കേട്ട് കഴിയുമ്പോൾ ഇതേമാതിരി അതങ്ങനെ എടുത്ത് വേസ്റ്റ് ബോക്സിലേക്ക് ഇടുന്നത് പോലെ, അല്ലെങ്കിൽ നെരിപ്പോട്ടിലേക്ക് ഇത് കത്തിച്ച് കളയുന്നത് പോലെ അങ്ങനെ തിരസ്കരിക്കുന്ന ഒരു പ്രകൃതത്തിൻ്റെ ഉടമയായിരിക്കാം വചനം കേട്ടുകൊണ്ടിരുന്ന മകനെ മകളെ. ഇന്ന് രാത്രി ആത്മാർത്ഥമായി ചിന്തിച്ച് നോക്കണം. ഈ വചനം ഹൃദയത്തിലേക്ക് സ്വീകരിച്ച് മാനസാന്തരത്തിൻ്റെ വഴികളിലേക്ക് ഹൃദയം നീക്കാൻ ഉത്സാഹിക്കുന്നുണ്ടോ എന്നുള്ളത് ഗൗരവത്തിലൊന്ന് ചിന്തിച്ച് നോക്കണം. ഈ രാജാവാകട്ടെ തീർന്നോ എന്ന് ചോദിക്കും. തീർന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കത്തിയെടുക്കും, ആ ഭാഗം മുറിച്ച് നേരെ നെരിപ്പോടിലേക്ക് ഇടും, അത് കത്തിച്ച് കളയും. വീണ്ടും അടുത്ത വചനം വായിക്കുന്നത് എങ്ങനെയാണ്? യഹൂദി ഓരോ ഭാഗവും വായിച്ചു കഴിയുമ്പോൾ രാജാവ് അത് കത്തി കൊണ്ട് മുറിച്ചെടുത്ത് നെരിപ്പോടിലെ തീയിലേക്കിടും. ചുരുൾ മുഴുവൻ തീരുന്നത് വരെ അവൻ അങ്ങനെ തന്നെ ചെയ്തു. എങ്കിലും ഈ വചനം ശ്രവിച്ച രാജാവോ സേവകന്മാരോ ഭയപ്പെടുകയോ വസ്ത്രം കീറുകയോ ചെയ്തില്ല. ദൈവവചനം പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുകയാണ്, ഈ വചനം ശ്രവിച്ച രാജാവോ സേവകന്മാരോ ഭയപ്പെടുകയോ എളിമപ്പെടുകയോ വസ്ത്രം കീറുകയോ മാനസാന്തരത്തിന് വഴികളിലേക്ക് നടക്കാൻ വേണ്ടി ചിന്തിക്കുകയോ അവർ ചെയ്യുന്നില്ല. പകരം രാജാവ് ചിന്തിക്കുന്നതാണ്, ഇത് ആർക്കാ കിട്ടിയത്? ജെറമിയ. ഉടനെ ജെറമിയായെയും ആ സഹ ശുശ്രൂഷകരെല്ലാം അറസ്റ്റ് ചെയ്യാനും ജയിലിലടയ്ക്കാനും രാജാവ് ഉത്തരവിടുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉടനെ സ്വർഗത്തിൽ നിന്ന് ജെറമിയായിക്ക് അരുളപ്പാടുണ്ടായി. ജെറമിയ അരുളപ്പാടുകൾ വീണ്ടും അവരെ അറിയിക്കുകയാണ്. അതാണ് 36-ാം അധ്യായത്തിലെ 30-ാമത്തെ തിരുലിഖിതം. അവിടെ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? അതിനാൽ യൂദാ രാജാവായ യഹോയാക്കീമിനെ കുറിച്ച് കർത്താവ് അരുളി ചെയ്തു, അവൻ്റെ സന്തതികളിൽ ആരും ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കുകയില്ല. അവൻ്റെ മൃതശരീരം പകലത്തെ വെയിലും രാത്രിയിലെ മഞ്ഞും കൊണ്ട് വെളിയിൽ കിടക്കും. ഈ റോട്ടിൽ കിടക്കുന്ന പട്ടിക്കാട്ടം പോലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവൻ്റെ ശരീരം രാത്രിയിലെ മഞ്ഞും പകലത്തെ വെയിലും കൊണ്ട് അങ്ങനെ റോട്ടിൽ കിടക്കുമെന്ന് ദൈവം പ്രവാചകനായ ജെറമിയായിലൂടെ അരുളി ചെയ്തു. വീണ്ടും ദൈവം പ്രവാചകനായ ജെറമിയായിൽ അരുളി ചെയ്യുകയാണ്, അവൻ്റെ കുടുംബത്തിൽ പിറക്കുന്ന ഒരാൾ പോലും പിൻഗാമിയായി അവൻ്റെ സിംഹാസനം ഇരിക്കാൻ അവിടെ ഉണ്ടായിരിക്കുകയില്ല എന്ന് ദൈവം വെളിപ്പെടുത്തി. ദൈവവചനം നിഷേധിക്കുന്നതും
ദൈവവചനത്തെ തിരസ്കരിക്കുന്നതും ദൈവവചനത്തിന് മുമ്പിൽ നിന്ദാകരമായ നിലപാടെടുക്കുന്നതും എനിക്കും എൻ്റെ കുടുംബത്തിനും ഗുണകരമാണ്, നമ്മുടെ കുടുംബത്തിനും നമ്മുടെ പിൻഗാമികൾ ഗുണകരമാണ്, അത് കുടുംബത്തിന് ഗുണകരമാണ് എന്ന് ചിന്തിക്കരുത് സഹോദരങ്ങളെ. ഒരുപക്ഷെ ഇന്ന് ബാർ നടത്തുകയോ ഇന്ന് തിന്മയുടെ മാർഗത്തിലൂടെ പണം ഉണ്ടാക്കുകയോ ഏതെങ്കിലും അന്ധകാര വഴികളിലൂടെ നടക്കുകയോ ഗുണ്ടാസംഘത്തിൽ ഏർപ്പെടുകയോ ദൈവത്തിൻ്റെ വചനം നിരക്കാത്ത രീതികളിൽ നടക്കുകയോ ചെയ്യുന്ന ഒരു ജീവിത രീതി ഉടമയായിരിക്കാം നീ. ദൈവമായ കർത്താവ് വിശുദ്ധ ലിഖിതങ്ങളുടെ അരുളി ചെയ്യുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം അതിൽ 21-ാം തിരുലിഖിതം യേശു പറയുന്ന വചനങ്ങളാണ് ഇവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. കൊറാസീൻ നിനക്ക് ദുരിതം, ബെത്സയിദ നിനക്ക് ദുരിതം, എന്തെന്നാൽ നിന്നിൽ പ്രവർത്തിച്ചിരുന്ന ഈ അത്ഭുതങ്ങൾ ടയറിലോ സീതോനിലോ നടന്നിരുന്നെങ്കിൽ അവ എത്ര പണ്ടേ ചാക്കൊടുത്ത് ചാരം പൂശി അനുദപിക്കുമായിരുന്നു. എഴുന്നേറ്റ് നിൽക്കാം. ഈ നിമിഷം നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനം കേട്ട് വീണ്ടും വചനം കേട്ട് ഓരോ ആഴ്ചയും വചനം കേട്ട് എന്നാൽ ഹൃദയം തുറക്കുന്നില്ല. അതിനെ ദുഷിക്കുക, അതിനെ എതിർക്കുക, അതിനോട് മല്ലടിക്കുക, അതിനെ ഇങ്ങനെ ഓരോ പ്രത്യേക തരത്തിൽ അതിനെ തൂക്കി മാറ്റിയിടുക, അങ്ങനത്തെ ഒരു പ്രകൃതത്തിന് അടിമയാണെങ്കിൽ ദൈവകൃപയുടെ മാർഗത്തിലല്ല ജീവിതം മുന്നോട്ട് പോകുന്നത് എന്ന് ദൈവം വെളിപ്പെടുത്തുകയാണ്. ജെറമിയ പറഞ്ഞ കാര്യങ്ങൾ ആ രാജാവ് തൂക്കി നോക്കി, അളന്നു നോക്കി, ഇവാലുവേഷൻ നടത്തി, വിശകലനം നടത്തി, അങ്ങനെ മുറിച്ച് തീയിലേക്ക് വലിച്ചെറിഞ്ഞു. കാരണം അവൻ്റെ ബുദ്ധി കൊണ്ട് ഗ്രഹിക്കാൻ പറ്റുന്നതോ അവൻ്റെ ജ്ഞാനം കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നതോ ആയിരുന്നില്ല അത് എന്ന് വേണം മനസ്സിലാക്കാൻ. കൊരിന്ത്യക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 2-ാം അധ്യായത്തിലെ 14-ാമത്തെ തിരുലിഖിതം ലൗകിക മനുഷ്യന് ദൈവാത്മാവിൻ്റെ ദാനങ്ങൾ ഭോഷത്വമാകയാൽ അവൻ അത് സ്വീകരിക്കുന്നില്ല. ഈ ദാനങ്ങൾ ആത്മീയമായി വിവേചിക്കപ്പെടേണ്ടവയാകയാൽ അത് ഗ്രഹിക്കാനും അവന് സാധ്യമല്ല. ഈ നിമിഷങ്ങളിൽ 2 കരങ്ങളിൽ നെഞ്ചോട് ചേർത്ത് കണ്ണുകൾ അടച്ച് ഈ ഗാനം ആലപിക്കുമ്പോൾ ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. സമയം സമാഗതമാ സകലരുമനുദപിക്കാൻ സർവം സമർപ്പിക്കുവാൻ സകലരുമണഞ്ഞിടുവിൻ. അനുതാപിയെ ചേർത്തണയ്ക്കാൻ അനുഗമിക്കാൻ ഒരുക്കിടുവാൻ ആത്മാവിനാൽ നിറച്ചിടുവാൻ ആഗതനായവൻ വിളിച്ചിടുന്നു. യേശുവേ, ഈ രാത്രി ഞങ്ങളെ സ്പർശിക്കണമേ കർത്താവേ. ദൈവവചനത്തോട് മല്ലടിക്കുന്ന മുഷ്കു സ്വഭാവങ്ങൾ ഞങ്ങളെ വിടുവിക്കണമേ കർത്താവേ. എളിമപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. തെളിനീരു നിറയും സന്നിധാനം വിട്ട് ജലമില്ല കുളം തീർക്കാതെ. തെളിനീരു നിറയും സന്നിധാനം വിട്ട് ജലമില്ല കുളം തീർക്കാതെ. തിരുജീവജലധാര സന്നിധാനത്തിൽ പുതുജീവനണിഞ്ഞിടുവിൻ. നവസൃഷ്ടിയായിടുവിൻ. അനുതാപിയെ ചേർത്തണയ്ക്കാൻ അനുഗമിക്കാൻ ഒരുക്കിടുവാൻ ആത്മാവിനാൽ നിറച്ചിടുവാൻ ആഗതനായവൻ വിളിച്ചിടുന്നു. ആഗതനായവൻ വിളിച്ചിടുന്നു. ആഗതനായവൻ വിളിച്ചിടുന്നു. ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ ഹൃദയം നുറുങ്ങി പൊട്ടി കരഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാം. ഈ നിമിഷങ്ങളിൽ കർത്താവായ യേശുവിൻ്റെ മുമ്പിൽ
രണ്ട് കരങ്ങളും കൂപ്പി എളിമപ്പെട്ട് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ജീവിതത്തിൽ കൂടെ ദൈവം പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകുമ്പോൾ, ആത്മീയ സാഹചര്യങ്ങളും ആത്മീയ വേദികളും നമുക്ക് തരുമ്പോൾ, എളിമപ്പെടാൻ അവസരം തരുമ്പോൾ, നമ്മുടെ ഹൃദയത്തിൽ അനുതാപത്തിന് പകരം ഹൃദയ കാഠിന്യം ഉണ്ടാകുന്നുവെങ്കിൽ നാം ഇന്ന് ആഴത്തിൽ എളിമപ്പെട്ട് പ്രാർത്ഥിക്കണം. കർത്താവേ, എൻ്റെ ഹൃദയ കാഠിന്യം എടുത്ത് മാറ്റി എന്നെ എളിമപ്പെടുത്തണമേ. എന്നെ തന്നെ ന്യായീകരിക്കുന്ന പ്രകൃതങ്ങൾ മാറ്റി കർത്താവെ, അങ്ങയുടെ വചനം സ്വീകരിക്കാൻ തക്ക എൻ്റെ ഹൃദയത്തെ അവിടുന്ന് മാംസളമാക്കണമേ. ഗാനം ആലപിക്കുമ്പോൾ കൈകൾ കൂപ്പി പ്രാർത്ഥിക്കുന്നു. പാപമെന്നിൽ ഇല്ല എന്ന് നിരന്തരം ഞാനോർത്തുപോയി, നീതിമാനായി ഞാൻ ചമഞ്ഞു ചെയ്യേണ്ട നന്മകൾ മറന്നുപോയി. ക്രൂശിത ക്ഷമിക്കൂ, അകന്നു പോകാതെ നിന്നാത്മനേ പകരണേ എന്നുമെൻ ജീവനിൽ. രണ്ട് കരങ്ങളും ഈശോയുടെ പക്കലേക്ക് ഉയർത്തി ദിവ്യകാരുണ്യ ആശീർവാദം നൽകപ്പെടുന്ന ഈ സമയത്ത് ഹൃദയം നുറുങ്ങി പൊട്ടിക്കരഞ്ഞ് നിലവിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ക്രൂശിത ക്രൂശിത ക്ഷമിക്കണമേ. ഹല്ലേലൂയ, ക്രൂശിത ക്ഷമിക്കൂ, അകന്നു പോകാതെ നിന്നാത്മനേ പകരണേ എന്നുമെൻ ജീവനിൽ. ക്രൂശിത യേശുവേ, 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 യേശുവേ,